ആലപ്പുഴ കടപ്പുറത്തെ നോമനെ പൊന്നോമനെ ഈ നല്ല മുഖം വാടിയതിന്റെ ഇങ്ങനെ ഇങ്ങനെ ഓ നിനക്കെന്തോ നേരത്തെ മീൻ കച്ചവടമായിരുന്നു. ഇവിടെ കംപ്ലീറ്റ് ആടി തകർക്കുമല്ലോ. നിർത്തടി ആട്ടക്കാരി. നീ പോടാ. നിന്റെ ആ പിതാശ്രീ ഉണ്ടല്ലോ, ആ ഗോമുഖൻ, അയാളെ പോയി വിളിക്കടി, വാടാ പോടാന്ന്. വേലക്കാരൻ വേലക്കാരന്റെ സ്ഥാനത്ത് നിന്നാ മതി. കൈ ചൂണ്ടി സംസാരിക്കാതെ. കൈ ചൂണ്ടി സംസാരിച്ച നീ എന്തോ ഇതിപ്പോ ഇത്ര അകലായിരുന്നോണ്ട് കുഴപ്പമില്ല. അടുത്തായിരുന്നു ഈ കൈ എന്റെ കണ്ണിൽ കൊള്ളുമായിരുന്നല്ലോ. എനിക്കെന്താ എപ്പോ നോക്കിയാലും അവളോട് ഡാൻസും പാട്ടും ഓരിയടിലും. അയ്യ, അതെ, ഇത് നിന്റെ അച്ഛൻ മറ്റേ ഗോമുഖം കേക്കണ്ട. ഇരട്ടപ്പേരിന്റെ കാര്യത്തിൽ അയാൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഞങ്ങളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പല വേലകൾ ഒപ്പിക്കുന്നവരെ എനിക്കറിയാം. പറഞ്ഞു വിടുവടി, പറഞ്ഞു വിടും. അല്ല, എനിക്കറിയാൻ മേലെ എന്നിട്ട് ചോദിക്കണം, നിനക്കൊക്കെ വീട് കൂടിയൊന്നും ഇല്ലേ? പാവപ്പെട്ട എന്റെ സാറിനെ ചേച്ചിയെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പ്ലാങ്കവിളന്ന് പൊങ്കാല കലവുമായിട്ട് കെട്ടി എഴുന്നള്ളിക്കാണ്. ഇവിടെ എന്തോന്നൊരു കുംഭമേള നടക്കുന്ന നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ. ഓ, എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ ഞാൻ വന്ന് മാറ്റോളാം. ഓ, അമ്മച്ചി ബിലാവിന് സാരി കൊടുത്ത രൂപം പോടെ. വാവട്ടെ തിരിഞ്ഞേക്കാതെ, ഞാൻ അങ്ങോട്ട് വന്നോണ്ടല്ലോ, ചവിട്ടി എല്ലാം ഞാൻ നോക്കും. ഓ ഓടെ. സർസുനെയും ഫാമിലിയെയും ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ ഒരു വഴി തെളിയുന്നുണ്ട്. അയ്യോ, ചേച്ചിയായിരുന്ന ഞാൻ വിചാരിച്ചു മറ്റേ പെണ്ണായിരിക്കും. ഏത് പെണ്ണ്? മറ്റേ പ്ലാങ്കവിളയിലെ കൃഷ്ണമാമന്റെ മോളെ. അവൾ ആളത്ര ശരിയല്ലേ ചേച്ചി? എടാ, നീ ഒരു കാര്യം ചെയ്യേ, നീ അവളെ കേറി അങ്ങ് പ്രേമിക്കേ. പ്രേമിക്കാനാ? ഓ, കെട്ടാൻ വേണ്ടി പ്രേമിക്കാനല്ല ഞാൻ പറഞ്ഞത്. പ്രേമ അഭ്യർത്ഥനയുമായി നീ അവളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യണം. അവസാനം നിന്റെ ശല്യം സഹിക്കവയ്യാതെ പൊറുതിമുട്ടി അവരീ വീട് വിട്ടു പൊയ്ക്കോളും. എന്റെ ചേച്ചി, ആ പെണ്ണിനാണെങ്കിൽ എന്നെ കണ്ണെടുത്താ കണ്ടൂടാ. അത് വേണം. നിന്നെ അവൾ ഇഷ്ടപ്പെടാത്തതുകൊണ്ടല്ലേ ഞാൻ ഇക്കാര്യം നിന്നോട് ധൈര്യമായിട്ട് പറഞ്ഞത്. നീ എന്തു പറയുന്നു? ശരി, ഇന്നുച്ച കഴിഞ്ഞൊരു ഉച്ചേ 3:45 മണി സമയം മുതൽ ഞാൻ അവളെ പ്രേമിച്ചു തുടങ്ങിയിരിക്കും. ഓക്കെ? ഓക്കെ. കഷ്ടം. നല്ല കലാകാരി. ആരുടെയോ ഉള്ള വാശി അവള് പാടി തീർക്കുകയാണ്. 40 വയസ്സിന്റെ ശരീരവും 3 വയസ്സിന്റെ ബുദ്ധിയും. ആ അമ്മച്ചി പിലാവിന് കത്ത് കൊടുക്കണോ വെച്ച്? നീ ധൈര്യമായിട്ട് കൊടുക്ക. നീ ലെറ്റർ കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ 2 എണ്ണത്തിന് ഞാൻ അവിടെ എത്തിച്ചോളാം. പ്ലാങ്കവിള പാരകൾക്ക് മനസ്സിലാവട്ടെ, പെൺകൊച്ചിനെയും കൊണ്ട് ഈ ഭവനത്തിൽ നിൽക്കുന്നത് കൂടുതൽ അനർത്ഥങ്ങൾക്ക് ഇടവരുത്തുന്നു. ചേച്ചി, ഇതിന്റെ ഒന്നും ഒരു കാര്യം ഇല്ലായിരുന്നു. ചേച്ചിക്ക് ഇത് വായിക്കുമ്പോ മനസ്സിലാവും. എന്തോ? അല്ല, ചേച്ചിയുടെ ഡാഡി ഒന്ന് വിവരം അറിയിച്ചാൽ മതിയായിരുന്നു. കൊള്ളാം. ഇതുപോലുള്ള കൺട്രി ഫെലോസ് പ്രകാശേട്ടന്റെ നിയറസ്റ്റ് ബന്ധുക്കളാണെന്ന് അറിഞ്ഞാ ഡാഡിക്ക് അത് പ്രയാസമാകും. ഒരു സിവിയർ അറ്റാക്ക് ഇപ്പൊ കഴിഞ്ഞതല്ലേ ഉള്ളൂ. നീ വേഗം കൊണ്ടുപോയി കൊടുക്ക. ഒന്ന് പോടാ. ഒന്ന് വേഗം ചെല്ലേ. പോടാ. നല്ല പാട്ട്. കലാകാരിയാകുമ്പോ അങ്ങനെ തന്നെ ആടും പാടും. വീട്ടിലെ വേലക്കാരൻ അതിപ്പോ തിരക്കുന്ന ഒന്നും അല്ലെങ്കിൽ എനിക്ക് അഭിമാനിക്കാമല്ലോ. ഭാവിയിലെ ചിത്രയോടാണല്ലോ ഞാനിപ്പോ സംസാരിച്ചതെന്ന്. പിന്നെ എനിക്ക് വേണ്ടി ഒന്നുകൂടെ പാടുവോ? കാസറ്റ് വാങ്ങി പാട്ട് കേട്ടാ അത് സത്യം. പിന്നെ ഞാനൊരു കാര്യം തന്നാൽ സ്വർണ്ണലത അത് വാങ്ങുവോ? എന്താ? ചുമ്മാ. ആര് പറഞ്ഞു? ഉമ്മയെന്നൊന്നും പറഞ്ഞില്ല, ചുമ്മാ വെറുതെ ഒരു ലവ് ലെറ്റർ. ഐ ലവ് യു എന്ന് തോന്നിയപ്പോ ഒരു കത്ത് തരാന്ന് കരുതി. ഇപ്പൊ തന്നെ മറുപടി കിട്ടണം, അതെനിക്ക് നിർബന്ധമാണ്. എന്നാ പിടി. അയ്യോ ഉമ്മേ, അവൽ വന്നവാ. എന്താ മണിയാ, എന്തിനാ കൊച്ചു കരയുന്നേ? ഇല്ലേ ചേച്ചി, ഞാൻ വെറുതെ ഒരു ലവ് ലെറ്റർ കൊടുത്തേ, അതിനാണ് ഇങ്ങനെ വളവളാന്ന് കിടന്ന് കരയുന്ന. എന്താ അറിഞ്ഞൂടെ ഇത്? അതെന്ത് വിരിയാത്തത്? അതെന്റെ കുറ്റോ? ആരുടെ കുറ്റം പിന്നെ? എടുക്കാനുള്ളതെല്ലാം എടുത്തോണ്ട് ഇറങ്ങിക്കോ. ഇനി ഇവിടെ ശരിയാവില്ല.
എടാ പ്രകാശ് ചേട്ടന്റെ കുടുംബ പേര് കളയാൻ വേണ്ടിയാണല്ലേ നീ വെള്ള പേപ്പറിൽ കുത്തിക്കുറിച്ചോണ്ട് വന്നത്? ദേ മാമ, ഈ വൃത്തികെട്ടവന് വേണ്ടി ഞാൻ മാമനോട് മാപ്പ് ചോദിക്കുന്നു. പ്രകാശ് ചേട്ടൻ ഒന്നിങ്ങോട്ട് വന്നോട്ടെ, ആ നിമിഷം നിന്നെ ഈ വീട്ടിൽ നിന്ന് പടി കടത്തും ഞാൻ. എന്റെ വല്യമ്മച്ചന്റെ മോനാണെന്ന് ഞാൻ നോക്കുകയല്ല. ലവ് ലെറ്റർ. ഇനി വലിയ ഒച്ചയും ബഹളം ഒന്നും ഉണ്ടാക്കി അയലത്തുകാരെയും കൂടി അറിയിക്കണ്ട. എടി ഇറങ്ങടി. ഇറങ്ങാനൊക്കെ വരട്ടെ. ആ കത്ത് എവിടെടാ? ഇത് അമ്മക്കല്ല, മോക്ക് എഴുതിയതാണ്. ഇങ്ങോട്ട് താടാ ഇവിടെ. ദാണ്ടാ. എന്റെ സ്നേഹം നിറഞ്ഞ സവർണ തലേ, സുവർണലതേ, ഞാൻ നിന്നെ സഹിക്കുന്നു. സ്നേഹിക്കുന്നു. നീ എന്നെയും സഹിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. സ്നേഹിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നിന്റെ തള്ള ഇടുമ്പിയും ഉപമ കൊല്ലരുത്. തന്ത ഗോസ്വാമിയും അത് സത്യം. താമസിക്കൂല, സമ്മതിക്കില്ല. അന്ന് നിന്റെ കരശപർശം എന്റെ കെൽട്രോൺ കളയിച്ചു. കരസ്പർശം എന്റെ കൺട്രോൾ കളയിച്ചു. നീയില്ലാതെ ഞാനില്ല. സത്യം. നീ ഒരിക്കലും എന്നെ തുഴയരുത്. അയ്യോ, തഴയരുത്. ഞാനും തുഴയൂ. ഞാനും തഴയൂല. നീ എന്നെ തുഴഞ്ഞാൽ ഞാൻ ഈ ജവഹർ കോളനിയിൽ പടിപ്പടി നടക്കും. ജവഹർ കോളനിയിൽ പാടി പാടി നടക്കും എന്ന് കണ്ണനോട് മാണിയൻ. അല്ല, കണ്ണീരോടെ മണിയൻ. ദീർഘമില്ല. അതില്ല അതിനകത്ത്. ഒരു വരി പോലും തെറ്റുകൂടാതെ എഴുതാൻ അറിയാത്ത നീയാണോടാ പ്രേമിക്കാൻ നടക്കുന്നത്? അല്ല, എഴുതി വന്നപ്പോ ഇങ്ങനെ തെറ്റ് വന്നേണ്. ഏതായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഒരു സത്യം ഞാൻ അങ്ങ് പറയാം. എന്ത് സത്യം? ഇവന് ഇവളെ അത്രയ്ക്കങ്ങ് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ കെട്ടിച്ചു കൊടുത്തേക്കാം. നീ ആ കത്തിങ്ങിതാ. മരുമോനെ, നീ ഐശ്വര്യമായിട്ട് ഇനി ആ കത്തം കൊടുത്തേ. അമ്മ, അവൻ ചാടി രക്ഷപ്പെട്ട് കളഞ്ഞല്ലോ. 5 പവന്റെ മാല ഞാൻ പിടിച്ചു പറിച്ചോണ്ട് ഓടിയത്. അവൻ എപ്പോഴെങ്കിലും നമ്മുടെ കയ്യിൽ വന്ന് ചാടും. ഇന്ന് എങ്ങനെയെങ്കിലും 10 രൂപ ഒപ്പിക്കണം. മൂത്തുകാർക്കിന് ഫീസ് കൊടുക്കാനുള്ള സമയമായി. എന്നാ വാ, നമുക്ക് എവിടെയെങ്കിലും പോയി നോക്കാം. നീ ആ വീട്ടില് വിക്രമനല്ലേടേ? വീട്ടിൽ മാത്രമല്ല നാട്ടിലും ഞാൻ വിക്രമനാ. നമ്മളാരാന്ന് മനസ്സിലായില്ല. മണിസാറിനെ നിനക്ക് അറിഞ്ഞൂടല്ലേ? പക്ഷേ മണിസാറിന് നിന്നെ അറിയാം. അത് ശരി, അപ്പൊ സാറും പോലീസ് അല്ലേ? ആണെങ്കിൽ നമുക്ക് 50-50 എടുക്കാം. എന്തോന്ന് 50-50? അല്ല, സാറ് പ്രശ്നമാക്കരുത്. ഇതിനു വേണ്ടിയാ ആ പോലീസുകാർ എന്റെ പുറകെ. ഇത് 916 അല്ലേ? അതെ അതെ. ഇത് നീ എന്നെ അങ്ങ് വെച്ചോ. പക്ഷേ പോലീസുകാരുടെ മുമ്പിൽ നിന്ന് ചെന്ന് ചാടിയേക്കരുതേ. എന്തു പറയാനാ സാറേ? മാന്യമായി ജീവിക്കണമെന്നാ വിക്രമന്റെ ആഗ്രഹം. പക്ഷെ സമ്മതിക്കണ്ടേ? മണിസാറ് നിന്നെ ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. മോഷണം മാന്യമായ ഒരു തൊഴിലല്ല. എന്റെ പൊന്നു സാറേ, ഇത് ഞാൻ മോഷ്ടിച്ചതല്ല. ഇതെന്റെ സ്വന്തം മാലയാ. ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നീരി ചോരയാക്കിയ എന്റെ മാല. അത് ചുമ്മാ. അയ്യോ, സാറിനാണ്. ഞാൻ കള്ളം പറഞ്ഞതല്ല. ഒരു പോലീസുകാരൻ പണയം വെക്കാനാണെന്നും പറഞ്ഞ് 5 ദിവസത്തെ അവധിക്ക് എന്റെ കയ്യിൽ 100 വാങ്ങിച്ചോണ്ട് പോയതാ. ഇപ്പൊ മാസം 3 ആയി. സത്യം തന്നെ. എന്നിട്ട് ചോദിക്കുമ്പോഴെല്ലാം ഓരോ ഒഴിവ് കഴിവ് പറഞ്ഞ് അയാൾ തടിതപ്പും. ഇന്നലെ ഞാൻ ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പം അതാ നിൽക്കുന്നു. ആരാ സാറേ അത്? അതല്ലേ ഞാൻ ചോദിച്ചു, ആരാന്ന്? അല്ല സാറേ, അതാരാന്ന്? അയ്യ, അതൊരു ഡിറ്റക്റ്റീവ്. നീ കാര്യം പറ.
അപ്പൊ ഞാൻ എവിടെ സാറേ പറഞ്ഞു നിർത്തിയത്? നീ സ്റ്റാൻഡിൽ വെച്ച് ആരെ കണ്ടെന്നാ? ഞാൻ സ്റ്റാൻഡിൽ വെച്ച് കണ്ടപ്പോ അതാ നിൽക്കുന്നു. ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നീര് ചോരയാക്കി ഉണ്ടാക്കിയ പൊന്നുമാല ഇട്ടോണ്ട് പൊന്നേമാന്റെ പെമ്പറന്നോരിങ്ങനെ നിൽക്കുന്നു. ഞാൻ ചെന്ന് കാര്യം പറഞ്ഞു, അതവർക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ 1 പറഞ്ഞ് 2 പറഞ്ഞ് 3 പറഞ്ഞ് 4 5 6 7 8 9 എന്തിനു കൂടുതൽ പറയുന്നു? വഴക്കായി വക്കാനുമായി. എനിക്ക് എന്റെ താനീ ഗുണം വന്നു. ഞാൻ മാലയും പറിച്ചോണ്ട് ഒരു ഒറ്റ ഓട്ടം ഓടിക്കണം. അത് ശരി. അപ്പൊ ആ സീനറികളാണ് അല്പം മുമ്പ് ഈ മണി സാറ് കണ്ടതല്ലേ? ആണ് സാറേ, ആണ്. പക്ഷെ മണി സാറേ, എന്ത്? എനിക്കിന് വയ്യ. ഈ പോലീസിനെ പേടിച്ച് എനിക്കിന് ജീവിക്കാൻ വയ്യ. കിടന്നു പിടിക്കാൻ സമ്മതിക്കത്തില്ലെന്ന്. ഏതായാലും നീ പിഴച്ചു, ഇനി പിഴയ്ക്കരുത്. ഒരു കാര്യം ചെയ്യാം, നിനക്ക് ഡിറ്റക്റ്റീവിന്റെ സഹായം ആവശ്യപ്പെടാം. എന്തോന്ന് ഡിറ്റക്റ്റീവിന്റെ സഹായമോ? സാർ എന്തൊക്കെയായി പറയുന്നേ? എടാ വിക്രമ, നിനക്ക് പോലീസുകാരുടെ ശല്യത്തിൽ നിന്ന് സ്ഥിരമായിട്ട് രക്ഷപ്പെടണം. അതെ, അതുകൊണ്ടാ പറഞ്ഞത് നീ ഡിറ്റക്റ്റീവിനെ ചെന്ന് കാണുക, ഡിറ്റക്റ്റീവ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടുക. മനസ്സിലായില്ലേ? എടാ നീ കേട്ടിട്ടില്ലേ പോലീസ് പ്രൊട്ടക്ഷൻ എന്നൊക്കെ? അതിന്റെ സ്ഥാനത്ത് ഇത് ഡിറ്റക്റ്റീവ് പ്രൊട്ടക്ഷൻ. ഒന്നും മനസ്സിലായില്ല. അയ്യോ എടാ വിക്രമായി, സർക്കിളിനെക്കാളും വലിയ ആൾക്കാരല്ലേ ഈ ഡിറ്റക്റ്റീവ് തന്നെ. പിന്നെ എടാ നീ അവരെ കണ്ട് ചോദിച്ചാ മതി, അവര് നിന്നെ സഹായിച്ചോളും. പിന്നെ നിന്റെ ഈ ബോഡിയിൽ ഒരൊറ്റ പോലീസുകാര് പോലും തൊടാൻ ധൈര്യപ്പെടൂല. ഈ മണി സാറല്ലേ പറയുന്നത്? അത് ശരി. എന്നാ അതുകൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കിട്ട് തന്നെ കാര്യം അല്ലേ? ഇങ്ങനെ പരീക്ഷിച്ച് ഞാൻ അവസാനം വല്ല കണ്ടുപിടുത്തം നടത്തുമെന്നാ എന്റെ പേടി. അങ്ങനെ ഒരു പേടി നിനക്ക് വേണ്ട, അതൊരിക്കലും സംഭവിക്കൂല. എന്നാ ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. നീ അനുപ അങ്ങ് പോണാ. പിന്നൊരു കാര്യം, ഇത് ഞാൻ പറഞ്ഞതായിട്ട്, അതായത് ഈ മണിസാർ പറഞ്ഞു വിട്ടതാണെന്ന് ആരോടും പറയരുത്. ശരി സാർ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. മറക്കണം. പിന്നെ നീ അവിടെ ചെന്നിട്ട് ചാക്കോ സാറിനെ കാണണം. ഡിറ്റക്റ്റീവ് ചാക്കോ സാർ അഭയം ചോദിച്ചു വരുന്നവരെ ചാക്കോ സാർ 2 കൈയും നീട്ടി സ്വീകരിക്കും. ചെല്ലു വേഗം ചെല്ല്. ഹാപ്പി ജേണി, ബെസ്റ്റ് വിഷസ്. പെട്ടെന്ന് ചെല്ലു, ഓടിപ്പോ. അങ്ങനെ ചാക്കോച്ചന് ഒരു കുരിശും കൂടെ ആയി. എടാ മക്കളെ, ഞാൻ അമേരിക്കയിലായിരുന്നപ്പോ വൈറ്റ് ഹൗസിലെ സെക്യൂരിറ്റികൾക്ക് ഞാനാ ട്രെയിനിങ് കൊടുത്തോണ്ടിരുന്നത്. ക്ലിന്റനും ബുഷും ഒക്കെ ഈ ചാക്കോച്ചനെ ചാക്കോച്ചായാതെ തികച്ചു വിളിക്കുമായിരുന്നില്ല. അതുകൊണ്ട് പറയുക, ഉന്നം വെക്കുമ്പോ നാം മറ്റൊന്നും കാണരുത്, അറിയരുത്, ലക്ഷ്യം മാത്രം. റെഡിയല്ലേ? ഇനി ട്രിഗർ അമർത്തിക്കോ. റെഡി, 1 2 3. ഓ തൊലച്ചല്ലോ, കുപ്പിയല്ല പൊട്ടിയത്, അടുത്ത വീട്ടിലെ ജനലിന്റെ ഗ്ലാസ്. അവിടെ ആൾ താമസമില്ലാത്ത ഭാഗ്യം. ഇത് പിടിക്കേ, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ? എന്നെ കൊല്ലല്ലേ സാർ. ആരാ? എന്ത് വേണം? എനിക്ക് ഡിറ്റക്റ്റീവ് പ്രൊട്ടക്ഷൻ വേണം സാർ. ഡിറ്റക്റ്റീവ് പ്രൊട്ടക്ഷനോ? എന്തിന്? എന്നെ ചിലർ വേട്ടയാടുകയാണ് സാർ. വേട്ടയാണോ? നീ എന്താ കാട്ടുമൃഗം പറ്റാണോ? ഇനി വല്ല കാട്ടുപൂച്ചയാണെന്ന് കരുതി വേട്ടയാടിയതായിരിക്കും. അതല്ല സാർ, ഞാൻ പോലീസുകാരുമായിട്ട് ചെറുതായിട്ടൊന്ന് ഉടക്കി. അതെന്തിന്? പുതിയ രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥിതി വെച്ച് നോക്കുമ്പോൾ പോലീസിനേക്കാളും നാടിനും നാട്ടുകാർക്കും എന്തുകൊണ്ടും പ്രയോജനം ചെയ്യുന്നത് ഇതുപോലുള്ള ഡിറ്റക്റ്റീവ് സ്ഥാപനങ്ങളാണെന്ന് ഞാൻ പരസ്യമായിട്ട് പറഞ്ഞു സാർ. അത് ഇവിടുത്തെ ചില ഏമാമാർക്ക് പിടിച്ചില്ല സാർ. പിടിക്കില്ല, പ്രത്യേകിച്ച് പ്രകാശ് കുമാറിന് തീരെ പിടിക്കില്ല. ഡിറ്റക്റ്റീവുകളോട് ജനങ്ങൾക്കുള്ള പിന്തുണ വർദ്ധിക്കുന്നത് പുള്ളിക്കാരന് തീരെ സഹിക്കാൻ പറ്റുന്നല്ലോ. തന്റെ പേരെന്താ? വെട്ടിൽ വിക്രമൻ. 2 പേര് വേണ്ട, 1 പേര് മതി. വിക്രമൻ. വിക്രമൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട. പ്രകാശ് കുമാർ അധികാരത്തിന്റെ മുഷ്ക കാണിക്കുകയാണ്, അതും സാധുവായ ഈ മനുഷ്യനോട്. എന്റെ പ്രൊട്ടക്ഷന്റെ കാര്യം എന്തോ സാർ? 24 മണിക്കൂറും താൻ ഞങ്ങളുടെ നിരീക്ഷണത്തിലായി കഴിഞ്ഞു. വെക്കോ, അങ്ങോട്ടല്ല അകത്തേക്ക്. ശരി സാർ. ബോയ്സ് ഗോ. ഓക്കേ, കം ഓൺ. എടാ മോനെ പ്രകാശ, എന്തോന്ന് വേണം? ഞാൻ ഇവിടെ ഇരുന്ന് അങ്ങ് മൂഷിഞ്ഞു പോയി. ഇയാളെടുത്ത് വാഷിംഗ് മെഷീനകത്ത് ഞാൻ ചവിട്ടി താക്കും. ഞാൻ പറഞ്ഞല്ലേടാ കൊച്ചേഷന്റെ അടുത്ത്. അയ്യോ അല്ല, കൊച്ചേഷൻ മാമന്റെ അടുത്ത് നാട്ടിലേക്ക് മടങ്ങാൻ സംഗതിയൊക്കെ തുടങ്ങുമ്പോ ഞാൻ വിവരം അറിയിക്കാം. ഇനി പോയിട്ട് വന്നിട്ടുള്ള കാര്യം ഒന്നും നടക്കൂല. ഏതായാലും എത്തി. ഇനി അതുകൂടെ ഒന്ന് കഴിഞ്ഞിട്ട് പോവാ. നീ സ്റ്റേഷനിലോട്ടോ?
അല്ല, മാർജിൻ ഫ്രീ ഷോപ്പിലോട്ട്. ആ സാധനം വല്ലതും വാങ്ങാനാണെങ്കിൽ ഞാനും കൂടെ വരാം പ്രകാശ. എന്റെ മാമ, നിങ്ങൾക്ക് എന്റെ യൂണിഫോം കണ്ടാ മനസ്സിലാവൂലേ ഞാൻ സ്റ്റേഷനിലോട്ടാണ് പോണതെന്ന്? എന്നാ ഞാനും കൂടെ വരാം. എന്തിന്? നീ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതും അടിക്കുന്നതും ഇടിക്കുന്നതും ഒക്കെ എനിക്ക് നേരിട്ട് കാണാമല്ലോ. പ്രകാശ മക്കളെ, എന്നാ പിന്നെ ഞാനും കൂടെ വരാം. അത് പിന്നെ കള്ളന്മാരെ ഇടിക്കുന്നൊക്കെ സിനിമയിലേ കണ്ടിട്ടുള്ളൂ. കണ്ട ഇടിക്കുന്ന കാര്യം പറഞ്ഞപ്പോ അവന്റെ ഒരു പിരിവിരിപ്പ് കൊച്ചു കള്ളായി. പ്രകാശ, പ്രതികളെ കയ്യിൽ കിട്ടിയാ ഇടിക്കൂ മോനെ? ഇല്ല, ഉമ്മയ്ക്കും. മാമിക്ക് ഞാൻ ഇടിക്കണത് കാണണോ? പ്ലാങ്കവിളേന്ന് ഇതുവരെ വന്നിട്ട് അതിനി കാണാതെ പോകണ്ട. ഇത് ഒരു മോഷണ കേസിലെ പ്രതിയാണെന്ന് വച്ചോ. വെച്ചു. ഈ കള്ളന്റെ ഭാര്യയാണ് മാമി തന്നെ. അഭിനയമാണേ. പിന്നെ അപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യൽ ആരംഭിക്കുകയായി. നീയല്ലടാ കള്ള കാട്ടുപന്നിയുടെ മോന്റെ മോനെ പൊട്ടക്കുളത്തിൽ ആശാരി സാറിന്റെ വീട്ടിൽ കയറി 5.5 പവന്റെ മാല മോട്ടിച്ചത് നീയല്ലടാ? അഭിനയമാണേ. അപ്പൊ മാമൻ പറയും, അയ്യോ സാറേ ഞാനല്ല, മോട്ടിച്ചത് ഞാനല്ല. മാമ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഞാൻ ചോദിക്കാം, നീയല്ലടാ കള്ള കാട്ടുപന്നിയുടെ മോന്റെ മോനെ പൊട്ടക്കുളത്തിൽ ആശാരി സാറിന്റെ വീട്ടിൽ കയറി 5.5 പവന്റെ മാല മോട്ടിച്ചത്? പറ മാമ. അയ്യോ സാറേ ഞാനല്ല, അയ്യോ സാറേ ഞാനല്ല. അപ്പൊ ഇങ്ങനെയാണ് മറുപടി പറയുന്നതെങ്കിൽ ഞാൻ അപ്പൊ എന്ത് ചെയ്യുന്ന അറിയാമോ? കൈ ഞാൻ ഇങ്ങനെ അങ്ങ് വയ്ക്കും. എന്നിട്ട് ഈ വാരിയലിന്റെ ഈ ഭാഗം നോക്കിട്ട് അഭിനയാണ്. അപ്പോ മാമി ഓടി വന്നിട്ട് പറയും, എന്റെ ഭർത്താവിന് ഒന്നും ചെയ്യരുതേന്ന്. മാമി പഴയ നാടകോടിയല്ലേ, ഒന്ന് ചെയ്താട്ടെ മാമി. അയ്യോ പോലീസുകാരാ, എന്റെ ഭർത്താവിനെ ഒന്നും ചെയ്യരുതേ, അദ്ദേഹം നിരപരാധിയാണേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാന്നറിയാമോ? എന്റെ ഈ വലത് കാല് അത് ഞാനിങ്ങനെ പൊക്കിയിട്ട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇത് അഭിനയമാണെന്ന്. ഇത് അഭിനയമല്ല, ഇത് ശരിക്കുള്ളതാണ്. മുകളിലോട്ട് വീശു മനുഷ്യ. ആക്ച്വലി എന്താ പ്രകാശേട്ടാ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? രാവിലെ ഒരു റിഹേഴ്സൽ നോക്കി, ഫസ്റ്റ് ടേക്ക് എന്നെ ഓക്കെ. കണ്ണിക്കൊണ്ടാനുള്ളത് കൃഷ്ണമണി കൊണ്ടെന്ന് പറഞ്ഞ എല്ലി സാറേ. അത് തന്നെ, വരാനുള്ള വഴി തങ്ങത്തില്ല. ദേ പ്രകാശ, നീ പോയിട്ട് വരുമ്പോ ഈ മരുന്ന് ഇവിടെ വാങ്ങിക്കൊണ്ട് വരണം. ആപ്പിളും ഓറഞ്ചും ഒക്കെ എവിടെ? ഇവിടെ ഉണ്ട്. അത് ഇന്നൊന്ന് എടുത്ത് എന്റെ വായി വെച്ചതാ കൊച്ചേ. എടി ആറഞ്ച് എടുത്ത് തൊലിച്ച് വായി വെച്ച് കൊടുറേ. മരുന്നിനെല്ലാം കൂടി ഒരു 10-700 രൂപയാവും. ഞാൻ ചോദിച്ചു ആ നേഴ്സ് പെണ്ണിനോട്, നിന്റെ കാശുണ്ടല്ലോടാ പ്രകാശ, എന്തിന്? എന്തെങ്കിലും വല്ല അത്യാവശ്യം വന്നാല് എടുക്കടാ പ്രകാശ, നോക്കി നിൽക്കാതെ. പ്രകാശ, നീ എനിക്ക് സീരിയലില് വേഷം തരുമ്പോ ഇതുപോലത്തെ ഒരു വേഷം തന്നാ മതി ട്ടോ. ഓ ശരി ശരി. അയ്യോ, എന്തായാലും നമ്മളൊരു 2-3 മാസം ഇവിടെ തന്നെ ഉണ്ടല്ലോ. പിന്നല്ലാതെ. 2-3 മാസമോ? എന്റെ കട്ടച്ച ഭഗവതി. ശരി. അയ്യോ, നിക്കുന്ന നിപ്പ് കണ്ടില്ല, ഈ കുഴൽ ഇതുവരെ തുപ്പിക്കളയാറായില്ലേ? നീ പോയി പണി നോക്കടാ. ഉത്സവപ്പറമ്പില് കൊച്ചു പിള്ളേരെ കൊണ്ടുപോയത് കണക്കായി. ഇടിക്കല്ലേ, ഒരു മിനിറ്റ് പ്ലീസ്. ഈ തുണക്കുട്ട ഒന്ന് ക്രോസ് ചെയ്തോട്ടെ. ഒരു മിനിറ്റ് ചേട്ടാ. എന്റെ ചേച്ചി എത്രയും പെട്ടെന്ന് അതുങ്ങളെ പിടിച്ചു കിട്ടിയില്ലെങ്കിൽ ആ ബൂത്ത് അവര് കുടിച്ച് പറ്റിക്കും. അതിനെ രണ്ടിനെ ഇനി വീട്ടിൽ നിർത്തിയാ എന്റെ നടു ഒടിയും. രാവിലെ പാല് വാങ്ങാൻ ഇറങ്ങിയതാ, ഉടനെ ചാടിക്കറി വണ്ടിയില് പട്ടണം കാണാൻ പോണെന്ന് പറഞ്ഞിട്ട്. ചേച്ചി, ചേച്ചിയുടെ ഈ സംഭ്രമം ഉണ്ടല്ലോ, വരാൻ പോകുന്ന ഒരു സസന്തോഷത്തിന്റെ മുന്നോടിയാണ്. ഇനി ഞാനൊരു ഐഡിയ പറയട്ടെ, കേട്ടാ ചേച്ചി ഭയങ്കരമായിട്ട് ആഹ്ലാദിക്കും. പിന്നെ ആഹ്ലാദം
പ്ലാങ്കിവിളേന്ന് ആ പിശാചുക്കൾ വീട്ടിൽ വന്ന് കേറിയതിന്റെ അന്ന് തീർന്നടാ എന്റെ ആഹ്ലാദം. അത് മോശം. ഭർത്താവിന്റെ ബന്ധുക്കളെ, വിശേഷിച്ച് മാമനെ മാമിയും, അവരെ പിശാചെന്ന് സംബോധന ചെയ്തത് ഒട്ടും ശരിയായില്ല. പിന്നെ ഞാൻ എന്തോന്ന് വിളിക്കണം? പച്ച മനുഷ്യന്റെ ചോര ഊറ്റി ഊറ്റി കുടിക്കുന്ന രക്തരക്ഷസുകളെന്ന് വിളിക്കണം. എന്നാ ചത്തുപോയ എന്റെ തന്റെ നല്ലയുടെ സ്ഥാനത്ത് ഞാൻ നിങ്ങളെ കണ്ടു. മതിയല്ലോ. മോളെ, മോളുടെ ബന്ധുവായത് കൊണ്ട് പറയല്ല, ഇവൻ ആള് പെശക. അതെ അതെ. നമ്മൾ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ശംഖുമുഖവും കടപ്പുറവും തിരുവനന്തപുരം മൃഗശാലയും ഒക്കെ കണ്ടിട്ട് പോയാൽ ഇനി എന്തിന് മൃഗശാലയിലോട്ട് കാണാൻ പോകുന്നത്? ഒടിഞ്ഞു തൂങ്ങിയ കയ്യം വെച്ചോണ്ട് അല്ലെങ്കിൽ മൂലക്ക് മര്യാദ കളവി. അയ്യോ, എത്ര നാളായിട്ട് പറയുന്നു ഈ പട്ടണമൊക്കെ ഞങ്ങൾക്കൊന്ന് ചുറ്റിക്കറങ്ങണമെന്ന്. എന്റെ പൊന്നെ, ചുറ്റാ കിണകിണകിണാന്ന് കരയണ്ട. എന്റെ ചേച്ചി ഏതായാലും ചുറ്റി. കേറാൻ പറ ഈ സാധനങ്ങളോട്. മാമന് മാമി ഒന്ന് വണ്ടിയിലോട്ട് കേറ്, please, കേറ്. പാലിന് ഞാൻ കൊല്ലും. എന്റെ ഭഗവാനെ, ഏതെല്ലാം പാണ്ഡ്യലോറുകൾ ഏത് വഴിയൊക്കെ പോകുന്നു. ഇതിനെയൊന്നും നീയൊക്കെ കണ്ടില്ലേ? നീ വല്ലതും ഒന്നും പറഞ്ഞില്ല കിഷമാമ. നമ്മുടെ പ്രകാശ് സാറിനോട് ആലോചിച്ചിട്ട് ഒരു JCB റോഡ് റോളർ വാങ്ങിച്ചാൽ എന്തെന്ന് ആലോചിക്കുകയായിരുന്നു. മാമ അങ്ങോട്ട് കയറി കട. സൂക്ഷിച്ച് കയറണേ, വണ്ടിക്കടയിൽ ചെന്ന് കയറല്ലേ. ദൈവമേ. ഇന്ന് കൃത്യം 5 മണിക്ക് കാണാന്ന് പറഞ്ഞ അവള്. പിന്നെ 4-5 ദിവസമായില്ലടാ അവള് കൃത്യം 5 മണി പറയാൻ തുടങ്ങിയിട്ട്. നിനക്ക് വേറൊരു പണിയില്ലടാ. വാ നമുക്ക് പോവാം. നീ ഒന്ന് അടങ്ങ്. ഒരു 10 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. നീ അവിടെ മൊബൈൽ ഒന്ന് വിളിച്ചു നോക്ക്. ഡാ, നിന്റെ 1 രൂപ കോയിൻ ഉണ്ടോ? ഒറ്റ അടി കൊണ്ട് വെച്ചെന്നല്ലോ. എടാ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് 1 രൂപ കോയിൻ പോലും ഇല്ലാത്ത നീയൊക്കെ എന്തിനാണ് അവളെ പ്രേമിക്കാൻ നടക്കുന്നത്? നീ വാ നമുക്ക് പോവാം. ഡാ, ഒരു 5 മിനിറ്റ് കൂടെ നോക്കാം. നീ ഇങ്ങോട്ട് വന്നേ വാ. ഇപ്പൊ തന്നെ 5 മണിയായി. ഈയിടെ ആയിട്ട് അവൾക്ക് എന്നോട് ഒരു താല്പര്യം ഇല്ലാത്ത പോലെ. അതെങ്ങനെ കാണും? എടാ, ഒരു കാമുകനാകാൻ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്നെ പോലെയുള്ള നിന്റെ ഈ മുഖസൗന്ദര്യം മാത്രം പോരാ. എടാ, സ്വന്തമായിട്ടൊരു ബൈക്ക്, ക്യാമറയുള്ള മൊബൈൽ ഫോൺ, പിന്നെ ATM കാർഡ്, ഇതൊക്കെ ഉള്ളവനെ ഇക്കാലത്ത് പെണ്ണുങ്ങൾ പ്രേമിക്കൂ. അവൾക്ക് എന്നോട് സ്നേഹം ഇല്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത്? സ്നേഹമൊക്കെ കാണുമായിരിക്കും, പക്ഷെ നിന്നെ പോലൊരുത്തനെ ജീവിത പങ്കാളിയായി അവള് കൂടെ കൂട്ടാനൊന്നും പോകുന്നില്ല. ഡേ, നീ ഇങ്ങനെ ചങ്ങിക്കൊള്ളുന്ന വർത്താനം പറയല്ലേ റഷീദേ. ഞാൻ പറയും, എടാ എനിക്ക് ഈ പ്രേമമൊന്നും കേൾക്കുന്നതേ വെറുപ്പാ. ഒരിക്കലെങ്കിലും പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇത് പറയില്ല. കഷ്ടം, ഈ റഷീദ് പ്രേമിച്ചിട്ടില്ല എന്ന് മാത്രം നീ പറയരുത്. എന്റെ അറിവില് നിനക്കൊരു ഗേൾ ഫ്രണ്ട് ഉള്ളതായിട്ട്. എടാ, ഞാനും പ്രേമിച്ചിട്ടുണ്ട്, പക്ഷേ ആ ഒരൊറ്റ പ്രേമത്തോടെ ഞാൻ ഈ പെൺവർഗത്തെ മുഴുവൻ വെറുത്തളിയ. നീ പ്രേമിച്ചിട്ടുണ്ടോ? അതെ, 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനൊരു 7ാം ക്ലാസ്സുകാരുടെ നോട്ട്ബുക്കിൽ ഐ ലവ് യു എന്ന് എഴുതി വെച്ചു. അവൾ അപ്പൊ തന്നെ 8ാം ക്ലാസ്സിൽ നിന്ന് രവീന്ദ്ര സാറിനോട് പറഞ്ഞു കൊടുത്തു. സാറ് 10ാം ക്ലാസ്സിൽ നിന്ന് ചൂരല് വാങ്ങി എന്റെ ചന്തിക്ക് 11 അടി അവള് വാങ്ങി തന്നടാ. ഇപ്പോഴും ലവ് എന്ന് കേൾക്കുമ്പോ ആദ്യം മനസ്സിൽ തെളിയുന്നത് രവീന്ദ്ര സാറും ആ ചൂരൽ വടിയുമാണല്ലേ. ഞാനത് അറിഞ്ഞിരുന്നില്ലടാ. ഇതെല്ലാം ഞാൻ ആരോടും പറയാതെ ഉള്ളിലൊതുക്കി കഴിയായിരുന്നടാ. ഏതായാലും നീ വിഷമിക്കണ്ട, നിന്റെ കാര്യം ഞാൻ ശരിയാണ്.